ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു കോൺസെപ്റ്റ് ആംഗിൾ. നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഓൾറെഡി സോളിഡ് സ്റ്റേറ്റിൻ്റെ ഫസ്റ്റ് പോർഷൻ പഠിച്ചു അല്ലേ. കുറച്ച് ജനറൽ കാര്യങ്ങളും അതുപോലെ തന്നെ അതിൻ്റെ ഇൻട്രൊഡക്ഷൻ പാർട്ടും പിന്നെ ക്ലാസിഫിക്കേഷൻസ് ഒക്കെ പഠിച്ചു. അപ്പം ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൻ്റെ എൻഡിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ അറേഞ്ച്മെൻറ്റ് ഓഫ് പാർട്ടിക്കിൾസ് ഒക്കെയാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളതെന്ന്. അപ്പം അതിൻ്റെ സെക്കൻഡ് പാർട്ടിൻ്റെ ക്ലാസ്സാണ് ഇന്ന്. ഓക്കെ, സോ നമുക്ക് സെക്കൻഡ് പാർട്ടിലോട്ട് പോവാം. നമുക്ക് പഠിക്കാനുള്ളത് ക്രിസ്റ്റൽ ലാറ്റിസ് ആൻഡ് യൂണിറ്റ് സെൽസ് എന്താണെന്നുള്ളതാണ്. നേരത്തെ പറഞ്ഞ നമ്മൾ സോളിഡ്സ് എന്ന് പറയുമ്പോൾ അവർ എന്താണ് അതിൻ്റെ ഉള്ളിൽ അറേഞ്ച്മെന്റ്സ് വരിക. അറേഞ്ച്മെന്റ്സ് ഓഫ് പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് സ്മോളർ ക്രിസ്റ്റൽസ് അല്ലെ. സോളിഡ്സിനെ നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞത് ക്രിസ്റ്റൽസ് ആൻഡ് ക്രിസ്റ്റലൈൻ സോളിഡ്സ് ആൻഡ് അമോർഫസ് സോളിഡ്സ് എന്ന് പറഞ്ഞ ക്ലാസിഫിക്കേഷൻ ഉണ്ടെന്ന് പറഞ്ഞു. ക്രിസ്റ്റലൈൻ സോളിഡ്സ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഉള്ളിൽ സ്മോളർ ക്രിസ്റ്റൽസ് ആണെന്ന് പറഞ്ഞു അല്ലേ. ഈ ക്രിസ്റ്റൽസ് എങ്ങനെയാണ് ഫോം ചെയ്യുന്നത് അതാണ് ആക്ച്വലി ക്രിസ്റ്റൽ ലാറ്റിസ് എന്ന് പറഞ്ഞ് നമ്മൾ ഈ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, സോ ക്രിസ്റ്റൽ ലാറ്റിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ഈ പറഞ്ഞ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസിനെ നമ്മൾ ഓരോ പോയിന്റ്സ് ആയിട്ട് കൺസിഡർ ചെയ്യും. സോ ഈ പോയിന്റ്സിന്റെ 3 ഡയമെൻഷണൽ അറേഞ്ച്മെന്റ് ഇൻ സ്പേസിൽ ഇവരെ 3 ഡയമെൻഷനലി എങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുന്നു അതിനെ വിളിക്കുന്ന പേരാണ് ലാറ്റിസ് എന്ന്. ഓക്കെ, അല്ലെങ്കിൽ സ്പേസ് ലാറ്റിസ് എന്ന് പറയും കേട്ടോ. സോ ലാറ്റിസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദി റെഗുലർ അറേഞ്ച്മെന്റ് ഓഫ് പോയിന്റ്സ് ഇൻ സ്പേസ്. ആ പോയിന്റ്സ് എന്ന് പറയുന്നത് ഈ കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസ് ആയിരിക്കും. ആ പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് ആറ്റംസ് ആവാം, മോളിക്യൂൾസ് ആകാം, അല്ലെങ്കിൽ എന്താവാം അയോൺസ് ആവാം അല്ലെ. സോ ഇങ്ങനെ ആയിരിക്കും ഏകദേശം ഒരു 3 ഡയമെൻഷണൽ അറേഞ്ച്മെന്റ് വരിക. അതിൽ ലാറ്റിസിൽ ഓരോ പോയിന്റ്സിനെയും, അതായത് നമ്മളിപ്പോൾ ഇവിടെ ഓരോ ആറ്റംസിനെയും ജസ്റ്റ് ബോൾസ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ഈ ഓരോ പോയിന്റ്സിനെയും വിളിക്കുന്ന പേരാണ് ലാറ്റിസ് പോയിന്റ്സ്. ലാറ്റിസ് പോയിന്റ്സ് എന്ന് വിളിക്കും, അല്ലെങ്കിൽ നമുക്ക് ലാറ്റിസ് സൈറ്റ്സ് എന്ന് വിളിക്കാം. ലാറ്റിസ് സൈറ്റ്സ്. ഓക്കെ, ലാറ്റിസ് പോയിന്റ്സ് അല്ലെങ്കിൽ ലാറ്റിസ് സൈറ്റ്സ് എന്ന് വിളിക്കാം. ഈ ലാറ്റിസ് പോയിന്റ്സ് നേരത്തെ പറഞ്ഞില്ലേ കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് ക്യാൻ ബി ആറ്റംസ് ആവാം, മോളിക്യൂൾസ് ആകാം, അല്ലെങ്കിൽ അയോൺസ് ആവാം അല്ലെ. സോ അപ്പൊ ഈ ലാറ്റിസ് പോയിന്റ്സ് എന്ന് പറയുന്നത് ദാറ്റ് ക്യാൻ ബി ആറ്റംസ് ആവാം, അല്ലെങ്കിൽ മോളിക്യൂൾസ് ആവാം, ഓർ അയോൺസ് ആവാം. ഓക്കെ, ആറ്റംസ് ആവാം, മോളിക്യൂൾസ് ആകാം, അയോൺസ് ആകാം. ഇനി ഈ പറഞ്ഞ ഇതിനെ കണ്ട ഓരോ പോയിന്റ്സിന് ഞാനൊരു സ്ട്രെയിറ്റ് ലൈൻ വെച്ചിട്ട് ജോയിൻ ചെയ്തിട്ടില്ലേ, അങ്ങനെ സ്ട്രെയിറ്റ് ലൈൻ വെച്ച് ജോയിൻ ചെയ്തിട്ടായിരിക്കും നമുക്ക് ഫൈനലി ആ ലാറ്റിസിന്റെ ജോമെട്രി കിട്ടുക. ജസ്റ്റ് അവരെ സ്ട്രെയിറ്റ് ലൈൻസ് വെച്ചിട്ട്, അതായത് ഓരോ ലാറ്റിസ് പോയിന്റ്സിനെ നമ്മൾ സ്ട്രെയിറ്റ് ലൈൻസ് വെച്ചിട്ട് ജോയിൻ ചെയ്തിട്ടുണ്ടാവും. അങ്ങനെയാണ് ഫൈനലി ആ ക്രിസ്റ്റൽസിന്റെ 3 ഡയമെൻഷണൽ അറേഞ്ച്മെന്റ് അല്ലെങ്കിൽ ജോമെട്രി എങ്ങനെയായിരിക്കും നമ്മൾ കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പോൾ ലാറ്റിസ് എന്ന് പറയുന്നത് എന്താ, ഇറ്റ് ഈസ് ദി റെഗുലർ അറേഞ്ച്മെന്റ് ഓഫ് പോയിന്റ്സ് ഇൻ സ്പേസ്. ആ പോയിന്റ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസിനെയാണ് കേട്ടോ. സോ ആ ഓരോ പോയിന്റ്സിനെയും വിളിക്കുന്ന പേരാണ് ലാറ്റിസ് പോയിന്റ്സ്, അല്ലെങ്കിൽ നമ്മൾ എന്ത് വിളിക്കുക, ലാറ്റിസ് സൈറ്റ് എന്ന് വിളിക്കും. ആ ലാറ്റിസ് സൈറ്റ്സ് എന്ന് പറയുന്നത് ക്യാൻ ബി ആറ്റംസ് ഓർ മോളിക്യൂൾസ് ഓർ അയോൺസ് ആവാം. സോ അതാണ് ലാറ്റിസ് എന്ന് പറയുന്നത്. ഇനി ഇപ്പൊ ലാറ്റിസ് നമ്മൾ എന്താന്ന് പഠിച്ചു. ഇനി നമുക്കൊരു യൂണിറ്റ് സെൽ എന്താന്ന് നോക്കാം. യൂണിറ്റ് സെൽ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദി സ്മോളസ്റ്റ് പാർട്ട് ഓഫ് എ ക്രിസ്റ്റൽ. ഒരു ക്രിസ്റ്റലിന്റെ ഏറ്റവും സ്മോളസ്റ്റ് പാർട്ട് ദാറ്റ് ഇൻ ലാറ്റിസ് ദാറ്റ് റിപ്പീറ്റ്സ് റെഗുലർലി ഇൻ ഡിഫറെന്റ് ഡയറക്ഷൻസ്. അതായത് ജനറലി നമ്മൾ 3 ഡയമെൻഷൻ പറയുമ്പോൾ എക്സ് ഡയറക്ഷൻ ഉണ്ടാകും, അതുപോലെ വൈ ഡയറക്ഷൻ ഉണ്ടാകും, പിന്നെ ഇസഡ് ഡയറക്ഷൻ ഉണ്ടാവും അല്ലെ. സോ അപ്പൊ ഈ 3 ഡയറക്ഷൻസിൽ അല്ലെങ്കിൽ ഓൾ ഡയറക്ഷൻസിൽ റെഗുലർലി റിപ്പീറ്റ് ചെയ്യുന്ന സ്മോളസ്റ്റ് പാർട്ടിക്കിളിനെ അല്ലെങ്കിൽ സ്മോളസ്റ്റ് യൂണിറ്റിനെ വിളിക്കുന്ന പേരാണ് യൂണിറ്റ് സെൽ. ഇപ്പൊ നമ്മളൊരു ബിൽഡിംഗ് ഒക്കെ പണിയണ കേസ് എടുക്കുവാണെങ്കിൽ അതിൽ ഒരു ബ്രിക്സിലെ ആ ബ്രിക്സ് ചേർത്ത് വെച്ചിട്ടായിരിക്കുമല്ലോ നമ്മൾ ഫൈനലി ആ ബിൽഡിംഗ് ബിൽഡ് ചെയ്തെടുക്കുക അല്ലെ. സോ അപ്പൊ ആ ബ്രിക്സ്, അതുപോലെ തന്നെ ക്രിസ്റ്റൽസിന്റെ കേസിൽ അല്ലെങ്കിൽ സോളിഡ്സിന്റെ കേസിൽ ആ ക്രിസ്റ്റൽ ഉണ്ടാക്കിയിരിക്കുന്നത് ഈ പറഞ്ഞ ഓരോ യൂണിറ്റ് സെൽസ് വെച്ചിട്ടായിരിക്കും, ആ റിപ്പീറ്റ് ചെയ്യുന്ന യൂണിറ്റ്സ്. ബിൽഡിങ്ങിന്റെ കേസിൽ ആ ഒരു ബ്രിക്കിനാണെങ്കിൽ നമ്മുടെ ഇവിടെ ക്രിസ്റ്റൽസിന്റെ കേസിൽ എന്താണ്, ആ യൂണിറ്റ്സിൽ ആ ഒരു സ്മോളസ്റ്റ് പാർട്ടിക്കിളിനെ വിളിക്കുന്ന പോലെ പാർട്ടിനെ വിളിക്കുന്ന പേരാണ് യൂണിറ്റ് സെൽസ്. സോ ആ യൂണിറ്റ് സെൽ എന്ന് പറയുന്ന സ്മോളസ്റ്റ് പോർഷൻ റെഗുലർലി എല്ലാ ഡയറക്ഷനിലും എന്ത് ചെയ്തിട്ടുണ്ടാവും, റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ ഫൈനലി ജനറേറ്റ് എൻറ്റയർ ലാറ്റിസ്. ആ എൻറ്റയർ ലാറ്റിസിൽ അത് റെഗുലർ ആയിട്ട് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. ആ സ്മോളസ്റ്റ് യൂണിറ്റിനെ വിളിക്കുന്ന പേരാണ് എന്ത്, യൂണിറ്റ് സെൽ. ഇപ്പൊ ഇവിടെ ഒരു ലാറ്റിസ് നമ്മൾ കൺസിഡർ ചെയ്യുവാണെങ്കിൽ ഇതിന്റെ ഈ പോർഷൻ കണ്ടോ, ഈ പോർഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ഒരു യൂണിറ്റ് സെൽ. അതായത് അതാണ് റിപ്പീറ്റ്. ആ സ്മോളസ്റ്റ് പോർഷൻ ഇവിടെ എഴുതിയിട്ടുണ്ട്, ഇവിടെ രണ്ടാമത് വരച്ചിരിക്കുന്നുണ്ടോ ഒരു കുഞ്ഞ് സ്ക്വയർ പോലെ അല്ലെ. ആ സ്ക്വയർ ആയിരിക്കും റിപ്പീറ്റഡ് ആയിട്ട് പോവുക, എല്ലാ ഡയറക്ഷൻസിലേക്ക് അതായിരിക്കും റിപ്പീറ്റ് ചെയ്യുക. ജനറലി നമ്മൾ യൂണിറ്റ് സെല്ലിനെ എപ്പോഴും സ്ക്വയർ ആയിട്ടായിരിക്കും കേട്ടോ കൺസിഡർ ചെയ്യുക. ആ സ്ക്വയറിന്റെ 4 കോർണറിൽ ആറ്റംസ് വരുന്ന വിധത്തിലായിരിക്കും നമ്മൾ എപ്പോഴും യൂണിറ്റ് സെല്ലിനെ കൺസിഡർ ചെയ്യുക. ഇനി ഇപ്പം നമ്മൾ യൂണിറ്റ് സെല്ലിന്റെ കാര്യം പറഞ്ഞു അല്ലേ. ഈ യൂണിറ്റ് സെല്ലിനെ നമുക്ക് ഡയമെൻഷനലി ക്യാരക്ടറൈസ് ചെയ്യാം, അല്ലെങ്കിൽ ഇപ്പം നമുക്ക് യൂണിറ്റ് സെല്ലിനെ ഡിഫൈൻ ചെയ്യുമ്പോൾ അതിന്റെ പാരാമീറ്റേഴ്സ് ഡിഫൈൻ ചെയ്യണമല്ലോ. സോ യൂണിറ്റ് സെല്ലിനെ ജനറലി ക്യാരക്ടറൈസ് ചെയ്തിരിക്കുന്നത് 6 പാരാമീറ്റേഴ്സ് യൂസ് ചെയ്തിട്ടാണ്. 6
പാരാമീറ്റേഴ്സ് യൂസ് ചെയ്തിട്ടാണ് യൂണിറ്റ് സെല്ലിനെ നമ്മൾ ക്യാരക്ടറൈസ് ചെയ്തിരിക്കുന്നത്. അതിൽ 3 എണ്ണം എന്ന് പറയുന്നത് എഡ്ജ് ലെങ്ത്, അതായത് ABC 3 ഡയറക്ഷൻസിലുള്ള XYZ എന്ന് പറയുന്ന 3 ഡയറക്ഷൻസിലുള്ള ലെങ്ത് വെച്ചിട്ട് ലെങ്ത്തിന്റെ ഡയമെൻഷൻ. സോ അതാണ് ABC എന്ന് പറഞ്ഞ 3 പാരാമീറ്റർ. പിന്നെയുള്ള 3 പാരാമീറ്റർ എന്ന് പറഞ്ഞാൽ ആംഗിൾസ്, ആൽഫ, ബീറ്റ, ഗാമ, അങ്ങനെ 3 ആംഗിൾസ്. സോ 3 എഡ്ജും 3 ആംഗിളും വെച്ചിട്ടായിരിക്കും നമ്മളെപ്പോഴും യൂണിറ്റ് സെല്ലിനെ എന്ത് ചെയ്യുക, ക്യാരക്ടറൈസ് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ ഇത് ഇവിടെ നോക്കി, ഇവിടെ ഓൾറെഡി വരച്ചിട്ടുണ്ട്. ഇതിൽ എക്സ് ആക്സിസ് എന്ന് പറയുന്നതിനെ നമ്മൾ ബി എന്ന് പറയുന്ന എഡ്ജ് ആയിട്ട് എടുത്തിരിക്കുകയാണ്. വൈ ആക്സിസ് അലോങ് വൈ ആക്സിസ് ആണ് എ എന്ന് പറയുന്ന എഡ്ജ്. ദെൻ ഇസഡ് ആക്സിസ് നമുക്ക് ഇഷ്ടമുള്ള പോലെ കൺസിഡർ ചെയ്യാം. എക്സ് ആക്സിസിനെ ബി ആയിട്ടും എക്സ് ആക്സിസിനെ ബി ആയിട്ടും വൈ ആക്സിസിനെ സി ആയിട്ടും ആൻഡ് ഇസഡ് ആക്സിസിനെ എ ആയിട്ടും ഇവിടെ കൺസിഡർ ചെയ്തിരിക്കുന്നത്. ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആംഗിൾസ് ആൽഫ, ബീറ്റ, ഗാമ എന്നുള്ള ആംഗിൾസ് എങ്ങനെ വരുന്നു എന്നുള്ളതാണ്. ഇവിടെ നോക്കിയേ, ആൽഫ എന്ന് പറയുന്ന ആംഗിൾ നോക്കുവാണെങ്കിൽ ആൽഫ എന്ന് പറയുന്ന ആംഗിൾ വരുന്നത് ഇൻ ബിറ്റ്വീൻ ബി ആൻഡ് സി ആയിരിക്കും. ബിയും സിയും ആ എഡ്ജിനായിട്ട്, ആ എഡ്ജ് ലെങ്ത് ബി എന്ന് പറയുന്ന ബിയും സിയും തമ്മിലുള്ള ഫേസ് അല്ലെ, ആ ഫേസ് അല്ലെങ്കിൽ ആ എഡ്ജസ് തമ്മിലുള്ള ആംഗിളിനെയാണ് എന്ത് വിളിക്കുന്നത്, ആൽഫ എന്ന് പറയാ. ആൻഡ് ബീറ്റ എന്ന് പറയുന്ന ആംഗിൾ വരിക, നോക്കിയത് ഇതാണ് ബീറ്റ. ബീറ്റ എന്ന് പറയുന്നത് ഏതിനൊക്കെ ബിറ്റ്വീനാ, സി എന്ന് പറയുന്ന പ്ലെയിനും അതുപോലെ എ എന്ന് പറയുന്ന പ്ലെയിനും, അല്ലെങ്കിൽ എയും സി എന്ന് പറയുന്ന എഡ്ജിന് ബിറ്റ്വീൻ ആയിട്ടായിരിക്കും ബീറ്റ വരിക അല്ലെ. സോ എ ആൻഡ് സിക്ക് ബിറ്റ്വീൻ ആയിട്ടായിരിക്കും ബീറ്റ എന്ന് പറയുന്ന ആംഗിൾ നമ്മൾ മെഷർ ചെയ്യാം. ഇനി അടുത്തത് ഗാമ എന്ന് പറയുന്ന ലാസ്റ്റ് ആംഗിൾ. സോ ഗാമ നോക്കിയത്, ഗാമ എന്ന് പറയുന്ന ആംഗിൾ ഇതാണ്. ആ ആംഗിൾ ഏതിനൊക്കെ ബിറ്റ്വീനാ വന്നിരിക്കുന്നത്, എ എന്ന് പറയുന്ന ഫേസിനും ബി എന്ന് പറയുന്ന ഫേസിനും ബിറ്റ്വീൻ ആയിട്ടായിരിക്കും അല്ലെ. സോ എ ആൻഡ് ബിക്ക് ബിറ്റ്വീൻ വരുന്ന ആംഗിൾ ആണ് ഗാമ. സോ എ ആൻഡ് ബി. സോ അപ്പൊ ആംഗിൾസ് പഠിച്ചു വെക്കുക. ആൽഫ എന്ന് പറയുന്ന 3 ആംഗിളും എ ബി സി എന്ന് പറയുന്ന 3 എഡ്ജും വെച്ചിട്ടായിരിക്കും നമ്മളൊരു യൂണിറ്റ് സെല്ലിനെ ക്യാരക്ടറൈസ് ചെയ്യുന്നത്. അതായത് 6 പാരാമീറ്റേഴ്സും മൊത്തത്തിൽ യൂസ് ചെയ്യുന്നുണ്ട്. അതിൽ എ ബി സി എന്ന് പറഞ്ഞാൽ XYZ ഡയറക്ഷൻസിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ദെൻ ആംഗിൾസ് എന്ന് പറയുന്നത് ആൽഫ, ബീറ്റ, ഗാമ എന്ന് പറയുന്ന 3 ആംഗിൾസ് ഉണ്ടാകും. അതിൽ ആൽഫ എന്ന് പറയുന്ന ആംഗിൾ വരിക ബിക്കും സിക്കും ഇൻ ബിറ്റ്വീൻ ആയിരിക്കും. ബിക്കും സിക്കും ഇൻ ബിറ്റ്വീൻ ആയിട്ടായിരിക്കും ആൽഫ എന്ന് പറയുന്ന ആംഗിൾ വരിക. ദെൻ ബീറ്റ എന്ന് പറയുന്ന ആംഗിൾ വരിക എക്കും സിക്കും ഇൻ ബിറ്റ്വീൻ ആയിട്ടായിരിക്കും. ദെൻ ഗാമ വരിക എ ആൻഡ് ബി ഫേസിന് ഇൻ ബിറ്റ്വീൻ ഉള്ള ആംഗിളിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ഗാമ എന്ന് വിളിക്കുക. സോ ടോട്ടലി 6 പാരാമീറ്റേഴ്സ്, 3 എഡ്ജസും 3 ആംഗിൾസും. അങ്ങനെയായിരിക്കും നമ്മളൊരു യൂണിറ്റ് സെല്ലിനെ എന്ത് ചെയ്യുക, ക്യാരക്ടറൈസ് ചെയ്യുക, അല്ലെങ്കിൽ അതിനെ നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ. സോ നൗ യൂണിറ്റ് സെൽ, നമ്മളിപ്പോൾ യൂണിറ്റ് സെല്ലിന് എന്താണെന്ന് കണ്ടുപിടിച്ചു, പറഞ്ഞു എന്താണ് യൂണിറ്റ് സെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞു. പിന്നെ അതുപോലെ തന്നെ അതിന്റെ ക്യാരക്ടറൈസേഷൻ, അതിനെ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യണമെന്നും പറഞ്ഞു അല്ലെ. ഇനി യൂണിറ്റ് സെല്ലിനെ നമ്മൾ 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് മെയിൻലി. ഫസ്റ്റ് വൺ ഇസ് പ്രിമിറ്റീവ് ആൻഡ് സെക്കൻഡ് വൺ ഇസ് സെന്റേർഡ്. പ്രിമിറ്റീവ് എന്നും സെന്റേർഡ് എന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. പ്രിമിറ്റീവ് എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് പ്രിമിറ്റീവ് യൂണിറ്റ് സെല്ലിൽ കോൺസ്റ്റിറ്റ്യുവന്റ് പാർട്ടിക്കിൾസ്, ഇപ്പൊ നമുക്ക് ആറ്റംസ് ആണ് കോൺസ്റ്റിറ്റ്യുവന്റ് പാർട്ടിക്കിൾസ് എന്ന് കൺസിഡർ ചെയ്യാം. കാരണം നമുക്ക് ഏറ്റവും സിംപ്ലസ്റ്റ് വേ ആറ്റംസിനെ കോൺസ്റ്റിറ്റ്യുവന്റ് പാർട്ടിക്കിൾസ് ആയിട്ട് എടുക്കുന്നതാണ്. അങ്ങനെ വെക്കുകയാണെങ്കിൽ പ്രിമിറ്റീവ് യൂണിറ്റ് സെൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോൺസ്റ്റിറ്റ്യുവന്റ് പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ ആറ്റംസ് എന്ന് പറയുന്നത് കോർണറിൽ മാത്രം, ഒരു ക്യൂബാണ് യൂണിറ്റ് സെല്ലായിട്ട് കൺസിഡർ ചെയ്യാൻ നേരത്തെ പറഞ്ഞു അല്ലെ. സോ അങ്ങനെയാണെങ്കിൽ ആ ക്യൂബിന്റെ ഓരോ കോർണറിലും ഓരോ കോൺസ്റ്റിറ്റ്യുവന്റ് പാർട്ടിക്കിൾസ് വരുന്ന വിധത്തിലായിരിക്കും അറേഞ്ച് ചെയ്തിരിക്കുക. അതിനെയാണ് പ്രിമിറ്റീവ് യൂണിറ്റ് സെൽ എന്ന് വിളിക്കുന്നത്. സോ പ്രിമിറ്റീവ് യൂണിറ്റ് സെല്ലിനകത്ത് കോൺസ്റ്റിറ്റ്യുവന്റ് പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് ക്യൂബിന്റെ കോർണറിലായിരിക്കും അറേഞ്ച് ചെയ്തിട്ടുണ്ടാവുക. ഒരു ക്യൂബിന് എത്ര കോർണർ ഉണ്ടെന്ന് നോക്കിയേ, 1 2 3 4 5 6 7 8 അല്ലെ. 8 കോർണർ ഉണ്ടാവും. ആ 8 കോർണറിലും ഓരോ കോൺസ്റ്റിറ്റ്യുവന്റ് പാർട്ടിക്കിൾസ് വെച്ചിട്ടായിരിക്കും പ്രിമിറ്റീവ് യൂണിറ്റ് സെൽസിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ടാവുക. ഇനി സെന്റേർഡ് എന്ന് പറയുമ്പോൾ ഈ 8 കോർണർ കൂടാതെ ബാക്കിയുള്ള പൊസിഷൻസിലും കൂടി, അതായത് ഫേസ് ഉണ്ടാകും, എഡ്ജ് ഉണ്ടാകും, അതുപോലെ തന്നെ സെന്റർ ഉണ്ടാവും. സോ അങ്ങനെ കോർണർ കൂടാതെ ബാക്കിയുള്ള പൊസിഷൻസിലും കൂടെ അറേഞ്ച് ചെയ്തിട്ടുണ്ടാകുന്ന യൂണിറ്റ് സെൽസിനെ വിളിക്കുന്നതാണ് സെന്റേർഡ് യൂണിറ്റ് സെൽ. സെന്റേർഡ് യൂണിറ്റ് സെൽ അഗെയിൻ 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഇസ് ബോഡി സെന്റേർഡ്, ഫേസ് സെന്റേർഡ് ആൻഡ് എൻ സെന്റേർഡ്. സോ ബോഡി സെന്റേർഡ് എന്ന് പറയുമ്പോൾ അതിന്റെ ഉള്ളിൽ ആ 8 കോർണറിലും ഓരോ കോൺസ്റ്റിറ്റ്യുവന്റ് പാർട്ടിക്കിൾസ് ഉണ്ടാവും. ഓക്കെ, 8 കോർണർ, അതായത് ക്യൂബിന്റെ 8 കോർണറിലും ഉണ്ടാകും ഓരോ പാർട്ടിക്കിള്, പ്ലസ് ആ ക്യൂബിന്റെ അതായത് ആ യൂണിറ്റ് സെല്ലിന്റെ ഉള്ളിലും സെന്ററിലായിട്ടും ഒരു പാർട്ടിക്കിൾ ഉണ്ടാവും. സോ ഇതുണ്ടോ, സെന്ററിൽ ഒരു പാർട്ടിക്കിൾ ഉണ്ട്, പ്ലസ് 8 കോർണറിലും കോൺസ്റ്റിറ്റ്യുവന്റ് പാർട്ടിക്കിൾസ് ഉണ്ടാവും. അതാണ് ബോഡി സെന്റേർഡ്
ക്യൂബിക് യൂണിറ്റ് സെൽ എന്ന് വിളിക്കുക. ബോഡി സെന്റേർഡ് ക്യൂബിക് യൂണിറ്റ് സെൽ. സോ അതിന്റെ ക്യൂബാണ് ഒറിജിനൽ ജോമെട്രി എന്ന് പറയുന്നത്. അപ്പൊ ആ ക്യൂബിന്റെ 8 കോർണറിലും ഉണ്ടാകും, പ്ലസ് ആ യൂണിറ്റ് സെല്ലിന്റെ സെന്ററിലും ബോഡി സെന്ററിലും ഒരു പാർട്ടിക്കിൾ ഉണ്ടാവും. സോ അതാണ് ബോഡി സെന്റേർഡ് ക്യൂബിക് യൂണിറ്റ് സെൽ. ഇനി സെക്കൻഡ് വൺ ഇസ് ഫേസ് സെന്റേർഡ് ക്യൂബിക് യൂണിറ്റ് സെൽ. ഫേസ് സെന്റേർഡിന്റെ കേസിൽ 8 കോർണർ, അത് ഓൾറെഡി അണ്ടർസ്റ്റുഡ് ആണ്. യൂണിറ്റ് സെൽ ആകുമ്പോൾ അതിനകത്ത് എന്തായാലും 8 കോർണറിലും ഓരോ ആറ്റംസ് ഉണ്ടാവും അല്ലെ. 8 കോർണറിലും ഓരോ കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസ് ഉണ്ടാകും. പ്ലസ് ആ ക്യൂബിന്റെ ഫേസിലും കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസ് ഉണ്ടാവും. ഒരു ക്യൂബിന് എത്ര ഫേസ് ഉണ്ട്? ടോട്ടൽ 8 കോർണേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞു അല്ലെ. അങ്ങനെയാണെങ്കിൽ ആ ക്യൂബിന് എത്ര ഫേസ് ഉണ്ടാകും? 6 ഫേസസ് ഉണ്ട് അല്ലെ. നോക്കിയ ടോപ്പിലും ബോട്ടത്തിലും 2 ഫേസ്, ലെഫ്റ്റും റൈറ്റും 2 എണ്ണം, ഫ്രണ്ടും ബാക്കും 2 എണ്ണം. സോ അങ്ങനെ ടോട്ടലി 6 ഫേസസ് ഉണ്ടാവും അല്ലെ. 6 ഫേസസ് ഉണ്ടാകും. സോ ആ 6 ഫേസസിലും എന്തുണ്ടാകും? ഓരോ കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസ് ഉണ്ട്. അതാണ് ഫേസ് സെന്റേർഡ് ക്യൂബിക് യൂണിറ്റ് സെൽസ് എന്ന് വിളിക്കണം. സോ 8 കോർണറിലും ഉണ്ടാകും, പ്ലസ് 6 ഫേസിലും കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസ് ഉണ്ടാവും. അതാണ് ഫേസ് സെന്റേർഡ് ക്യൂബിക് യൂണിറ്റ് സെൽ. ഇനി ലാസ്റ്റ് വൺ, ദാറ്റ് ഇസ് എൻ സെന്റേർഡ്. എൻ സെന്റേർഡ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ 8 കോർണറിലും ഓൾറെഡി കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസ് ഉണ്ടാകും, പ്ലസ് 2 ഓപ്പോസിറ്റ് ഫേസസിനും ഉണ്ടാകും. സോ ഓപ്പോസിറ്റ് ഫേസസിന്റെ മിഡിൽ ആയിട്ടായിരിക്കും കേട്ടോ. ഓപ്പോസിറ്റ് ഫേസസിന്റെ മിഡിൽ അല്ലെങ്കിൽ സെന്ററിലായിട്ടായിരിക്കും ബാക്കി കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസ്. ഞാൻ നോക്കിയേ, ഇവിടെ ടോപ്പിന്റെ സെന്ററിൽ ഒരു കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾ ഉണ്ട്, ആൻഡ് ബോട്ടം സെന്ററിലും ഒരു കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾ ഉണ്ട് അല്ലെ. സോ അങ്ങനെ വരുന്നതിനാണ് എൻ സെന്റേർഡ് ക്യൂബിക് യൂണിറ്റ് സെൽ എന്ന് വിളിക്കുക. അപ്പോൾ യൂണിറ്റ് സെൽ എന്ന് പറയുന്നത് 2ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, പ്രിമിറ്റീവും സെന്റേർഡും. പ്രിമിറ്റീവ് എന്ന് പറയുമ്പോൾ ആ യൂണിറ്റ് സെല്ലിന്റെ 8 കോർണേഴ്സിൽ മാത്രമേ കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസ് ഉണ്ടാവുള്ളൂ. നമ്മുടെ ഇവിടെ ആറ്റമായിട്ട് കൺസിഡർ ചെയ്യുന്നെങ്കിൽ ആറ്റംസ് ഉണ്ടാവുള്ളൂ. ദെൻ സെന്റേർഡ് എന്ന് പറയുമ്പോൾ 8 കോർണറിലും ഉണ്ടാകും, പ്ലസ് കോർണർ അല്ലാത്ത പൊസിഷൻസിലും കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസ് ഉണ്ടാവും. ഇനി ഈ സെന്റേർഡ് തന്നെ 3ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഇസ് ബോഡി സെന്റേർഡ്, ഫേസ് സെന്റേർഡ് ആൻഡ് എൻ സെന്റേർഡ് എന്ന് പറഞ്ഞു. അതിൽ ബോഡി സെന്റേർഡ് എന്ന് പറഞ്ഞാൽ എന്താ? 8 കോർണറിലും പ്ലസ് ആ യൂണിറ്റ് സെല്ലിന്റെ സെന്റർ പൊസിഷനിലും ഉള്ളിൽ ബോഡി സെന്ററിലും ഒരു കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾ ഉണ്ടാകും. ഫേസ് സെന്റേർഡ് എന്ന് പറയുമ്പോൾ 8 കോർണറിലും ഉണ്ടാകും, പ്ലസ് 6 ഫേസസിലും കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസ് ഉണ്ടാകും. ദെൻ ലാസ്റ്റ് വൺ എൻ സെന്റേർഡ് എന്ന് പറയുമ്പോൾ 8 കോർണറിലും ഉണ്ടാകും, 2 ഓപ്പോസിറ്റ് ഫേസസിന്റെ സെന്റേഴ്സിലും ഓരോ കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസ് ഉണ്ടാവും. അങ്ങനെയാണ് യൂണിറ്റ് സെല്ലിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഇനി നമ്മുടെ ഈ യൂണിറ്റ് സെൽ എന്ന് പറയുന്നത് ആക്ച്വലി സോളിഡ്സിന്റെ ജോമെട്രി എടുത്തപ്പോൾ അല്ലെങ്കിൽ ലാറ്റിസ് ജോമെട്രി എടുത്തപ്പോൾ മെയിൻ ആയിട്ട് അവർ വരിക 7 ജനറൽ ജോമെട്രീസിലാണ് വരുന്നത്. ആ 7 ജോമെട്രീസിനെ വിളിക്കുന്ന പേരാണ് 7 ക്രിസ്റ്റൽ സിസ്റ്റം. 7 ക്രിസ്റ്റൽ സിസ്റ്റത്തിന്റെ ഉള്ളിലാണ് ഏതെങ്കിലും ഒരു ഷേപ്പ് ആയിരിക്കും ജനറലി എല്ലാവരുടെ ഏതെങ്കിലും സോളിഡ്സിന്റെ ലാറ്റിസ് എന്ന് പറയുന്നത്. സോ 7 ക്രിസ്റ്റൽ സിസ്റ്റത്തിന്റെ ജസ്റ്റ് ഷോർട്ട് ഫോംസ് ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഫസ്റ്റ് ലെറ്റേഴ്സ് മാത്രമേ ഉള്ളൂ, CTORHMT. സോ അപ്പൊ നമുക്ക് ഓരോന്ന് ഏതൊക്കെയാ ഓരോന്നും നോക്കാം. ഫസ്റ്റത്തേത് സി എന്ന് പറയുന്നത് ദാറ്റ് റെപ്രസെന്റ്സ് ക്യൂബിക് സിസ്റ്റം, ക്യൂബിക് ക്രിസ്റ്റലാറ്റിസ് സിസ്റ്റം ആണ് ഫസ്റ്റ് വൺ. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ദാറ്റ് ഇസ് ടെട്രാഗണൽ. ദെൻ ഓ എന്ന് പറയുന്നത് ദാറ്റ് ഇസ് ഓർത്തോറോംബിക്. ദെൻ ആർ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് rhombohedral. Then H is hexagonal. Then M is monoclinic. T is triclinic. So ഇതാണ് 7 ക്രിസ്റ്റൽ സിസ്റ്റംസ് എന്ന് പറയുന്നത്. ക്യൂബിക്, ടെട്രാഗണൽ, ഓർത്തോറോംബിക്, റോംബോഹിഡ്രൽ, ഹെക്സഗണൽ, മോണോക്ലിനിക് ആൻഡ് ട്രൈക്ലിനിക്. ആക്ച്വലി ഇവരിങ്ങനെ 7ആയിട്ട് നമ്മൾ സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നത് ഇവരുടെ എഡ്ജ് ലെങ്ത് കൺസിഡർ ചെയ്തിട്ടും പ്ലസ് ഈ ഫേസസ് അല്ലെങ്കിൽ ഈ എഡ്ജസ് തമ്മിലുള്ള ആംഗിൾസിന്റെ ഡിഫറൻസും അത് വെച്ചിട്ടാണോ നമ്മൾ ഇവരിങ്ങനെ 7ആയിട്ട് കൺസിഡർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇവരുടെയൊക്കെ എഡ്ജിന്റെ റേഷ്യോസ് വരുന്നത് എങ്ങനെയാണെന്നും പ്ലസ് ഇവരുടെ ആംഗിൾസ് വരുന്നത് എങ്ങനെയാണെന്നും നമ്മൾ എന്ത് ചെയ്യണം? പഠിച്ചിട്ടുണ്ടാവണം. സോ അതിനകത്തത് ക്യൂബിക്കിനെ നോക്കാം. ക്യൂബിക്കിന്റെ കേസിൽ ക്യൂബിക്കിന്റെ എഡ്ജ് എന്ന് പറയുന്നത് ദാറ്റ് ഇസ് A = B = C ആയിരിക്കും. അതായത് ഓൾ എഡ്ജസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഓൾ എഡ്ജസിന്റെ ലെങ്ത് എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. സോ A = B = C ആയിരിക്കും. ഇനി അപ്പൊ ആംഗിൾസ് എങ്ങനെയായിരിക്കും? ക്യൂബിക്കിന്റെ കേസാണ്. ക്യൂബ് എന്ന് പറയുമ്പോൾ ആംഗിൾസ് എന്ത് തന്നെയായിരിക്കും? സെയിം തന്നെയായിരിക്കും. സോ ദാറ്റ് ഇസ്
ആൽഫ ഈക്വൽ ടു ബീറ്റ ഈക്വൽ ടു ഗാമ വിച്ച് ഇസ് ഈക്വൽ ടു 90 ഡിഗ്രി. സോ ക്യൂബിക്കിന്റെ കേസിൽ എ ബി സി എന്ന് പറയുന്നതും ഈക്വൽ ആയിരിക്കും, ആൽഫ ബീറ്റ ഗാമ എന്ന് പറയുന്നത് 90 ഡിഗ്രി ആയിരിക്കും, മൂന്നും സെയിം തന്നെ ആയിരിക്കും. സോ അതാണ് ക്യൂബിക്കിന്റെ ഡയമെൻഷൻസ് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത് ടെട്രാഗണൽ എടുക്കുവാണെങ്കിൽ ടെട്രാഗണലിന്റെ കേസിൽ ആൽഫ ഈക്വൽ ടു ബീറ്റ ഈക്വൽ ടു ഗാമ ഈക്വൽ ടു 90 ഡിഗ്രി ആയിരിക്കും. അതായത് മൂന്ന് ആംഗിൾസും 90 ഡിഗ്രി തന്നെയായിരിക്കും. ബട്ട് എഡ്ജസിന്റെ കേസ് എടുക്കുവാണെങ്കിൽ എ ഈക്വൽ ടു ബി ആയിരിക്കും, വിച്ച് ഇസ് നോട്ട് ഈക്വൽ ടു സി. അതായത് എയും ബിയും സെയിം ലെങ്ത് തന്നെയായിരിക്കും, പക്ഷെ സിയുടെ ലെങ്ത് സെയിം ആയിരിക്കില്ല. ഇനി നെക്സ്റ്റ് വൺ ദാറ്റ് ഇസ് ഓർത്തോറോംബിക്. ഓർത്തോറോംബിക്കിന്റെ കേസിൽ ഇതുപോലെ തന്നെ ആൽഫ ഈക്വൽ ടു ബീറ്റ ഈക്വൽ ടു ഗാമ ഈക്വൽ ടു 90 ഡിഗ്രി ആയിരിക്കും. മൂന്ന് പേരുടെയും ആംഗിൾ സെയിം തന്നെയായിരിക്കും, ബട്ട് അവരുടെ എഡ്ജ് ലെങ്ത് ദാറ്റ് ഇസ് എ നോട്ട് ഈക്വൽ ടു ബി നോട്ട് ഈക്വൽ ടു സി ആയിരിക്കും. മൂന്ന് എഡ്ജ് ലെങ്തും ഡിഫറെന്റ് ആയിരിക്കും. സോ അപ്പൊ ആദ്യത്തെ മൂന്ന് പേരുടെ കേസിൽ ആംഗിൾസ് എല്ലാം 90 ഡിഗ്രി ആയിരിക്കും, പക്ഷെ എന്തിലാണ് വ്യത്യാസം വരുന്നത്? എഡ്ജ് ലെങ്ത്തിൽ. ക്യൂബിക് എടുക്കുവാണെങ്കിൽ ക്യൂബിക്കിന്റെ കേസിൽ ആംഗിൾ സെയിം ആണ്, മൂന്ന് സൈഡ് ലെങ്ത് അല്ലെങ്കിൽ എഡ്ജ് ലെങ്ത്തും സെയിം തന്നെയാണ്. പക്ഷെ രണ്ടാമത് വരുന്നത് ടെട്രാഗണൽ വരുമ്പോഴോ ഒരു എഡ്ജ് ലെങ്ത് ഡിഫറെന്റ് ആയി. ദെൻ ഓർത്തോറോംബിക്ക് വരുമ്പോൾ മൂന്ന് പേരും അല്ലെങ്കിൽ രണ്ട് എഡ്ജ് ലെങ്തോ അല്ലെങ്കിൽ മൂന്ന് പേരും എന്താണ് ഡിഫറെന്റ് ആയിട്ടായിരിക്കും വരിക, പക്ഷെ ആംഗിൾ മൂന്ന് പേരുടെയും സെയിം തന്നെയായിരിക്കും. അപ്പൊ ആ ഓർഡറിൽ തന്നെ പഠിച്ചു വെക്കാം കേട്ടോ. ഇനി നെക്സ്റ്റ് റോംബോ ഹിഡ്രലിന്റെ കേസ് വരുമ്പോൾ ആക്ച്വലി എ ഈക്വൽ ടു ബി ഈക്വൽ ടു സി തന്നെയാണ്. അതായത് മൂന്ന് സൈഡ്സും സെയിം ആയിരിക്കും, ബട്ട് ആൽഫ ഈക്വൽ ടു ബീറ്റ ആയിരിക്കും, വിച്ച് ഇസ് ഈക്വൽ ടു ഗാമ വിച്ച് ഇസ് നോട്ട് ഈക്വൽ ടു 90 ഡിഗ്രി. അതായത് ആൽഫയും ബീറ്റയും സെയിം ആയിരിക്കും, പക്ഷെ ഗാമ എന്ന് പറയുന്നത് 90 ഡിഗ്രി ആയിരിക്കില്ല. സോ അതാണ് റോംബോഹിഡ്രൽ. നെക്സ്റ്റ് ഈസ് ഹെക്സഗണൽ. ഹെക്സഗണലിന്റെ കേസിൽ ആക്ച്വലി ആൽഫ എ ഈക്വൽ ടു ബി നോട്ട് ഈക്വൽ ടു സി. എയും ബിയും ഈക്വൽ ആയിരിക്കും, പക്ഷെ സി ഈക്വൽ ആയിരിക്കില്ല. ആൻഡ് ആൽഫ ആൻഡ് ബീറ്റ എന്ന് പറയുന്നത് വിച്ച് ഇസ് ഈക്വൽ ടു 90 ഡിഗ്രി ആയിരിക്കും, ബട്ട് ഗാമ ഇസ് ഈക്വൽ ടു 120 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, ആൽഫയും ബീറ്റയും 90 ഡിഗ്രി ആയിരിക്കും, പക്ഷെ ഗാമ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 120 ഡിഗ്രി ആയിരിക്കും. സോ ആംഗിൾസിൽ ഡിഫറൻസ് ഉണ്ട്. അതുപോലെ എഡ്ജ് ലെങ്ത് എടുക്കുവാണെങ്കിലോ രണ്ടെണ്ണം സെയിം ആയിരിക്കും, മൂന്നാമത്തത് ഡിഫറെന്റ് ആയിരിക്കും. നെക്സ്റ്റ് ഇസ് മോണോക്ലിനിക്. മോണോക്ലിനിക് എന്ന് പറയുമ്പോൾ മോണോക്ലിനിക്കിന്റെ കേസിൽ എ നോട്ട് ഈക്വൽ ടു ബി നോട്ട് ഈക്വൽ ടു സി ആയിരിക്കും. അതായത് മൂന്ന് സൈഡ്സ് എന്തായിരിക്കും? നോട്ട് ഈക്വൽ ആയിരിക്കും, സെയിം ആയിരിക്കില്ല. ആൻഡ് ആംഗിളിന്റെ കേസ് എടുക്കുവാണെങ്കിൽ ആൽഫ ഈക്വൽ ടു ഗാമ വിച്ച് ഇസ് ഈക്വൽ ടു 90 ഡിഗ്രി. അത് രണ്ടും എന്തായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. ആൻഡ് ബീറ്റ എന്ന് പറയുന്നത് നോട്ട് ഈക്വൽ ടു 90 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, ആൽഫ നോട്ട് ഈക്വൽ ആൽഫ ഈക്വൽ ടു ബി ഗാമ ദാറ്റ് ഇസ് 90 ഡിഗ്രി. ആൽഫയും ഗാമയും സെയിം ആയിരിക്കും, 90 ഡിഗ്രി ആയിരിക്കും, ബട്ട് ബീറ്റ എന്ന് പറയുന്നത് 90 ഡിഗ്രി ആയിരിക്കില്ല. ആൻഡ് എ ഈക്വൽ ടു ബിയും സിയും നോട്ട് ഈക്വൽ ആയിരിക്കും, എയും ബിയും സിയും നോട്ട് ഈക്വൽ ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ലാസ്റ്റ് വൺ ദാറ്റ് ഇസ് ട്രൈക്ലിനിക്. ട്രൈക്ലിനിക്കിന്റെ കേസിൽ എ നോട്ട് ഈക്വൽ ടു ബി നോട്ട് ഈക്വൽ ടു സി. മൂന്ന് പേരും എന്തായിരിക്കും? ഡിഫറെന്റ് ആയിരിക്കും. അതുപോലെ ആൽഫ നോട്ട് ഈക്വൽ ടു ബീറ്റ നോട്ട് ഈക്വൽ ടു ഗാമ നോട്ട് ഈക്വൽ ടു 90 ഡിഗ്രി. മൂന്ന് പേരും 90 ഡിഗ്രി ആയിരിക്കും. അതായത് എഡ്ജ് ലെങ്ത്തും ഡിഫറെന്റ് ആയിരിക്കും, അതുപോലെ തന്നെ ആംഗിൾസും ഡിഫറെന്റ് ആയിരിക്കും. സോ അപ്പം നമ്മൾ ആദ്യം മുതൽ നോക്കുവാണെങ്കിൽ ക്യൂബിക്കിന്റെ കേസിൽ എല്ലാം എഡ്ജ് ലെങ്ത്തും സെയിം ആയിരിക്കും, ആംഗിൾസും സെയിം ആയിരിക്കും. ബട്ട് ടെട്രാഗണലിന്റെ കേസിലാണെങ്കിലോ ആൽഫ ബീറ്റ ഗാമ 90 ഡിഗ്രി ആയിരിക്കും, പക്ഷെ എ ഈക്വൽ ടു ബി ആണ്, നോട്ട് ഈക്വൽ ടു സി ആയിരിക്കും എഡ്ജ് ലെങ്ത്. ദെൻ ഓർത്തോറോംബിക്കിന്റെ കേസിലാണെങ്കിൽ ആൽഫ ഈക്വൽ ടു ബീറ്റ ഈക്വൽ ടു ഗാമ 90 ഡിഗ്രി ആയിരിക്കും, ബട്ട് എഡ്ജ് ലെങ്ത് എന്ന് പറയുന്നത് എന്തായിരിക്കും? മൂന്നും ഡിഫറെന്റ് ആയിരിക്കും. ഇനി അതുപോലെ റോംബോഹിഡ്രലിന്റെ കേസ് നോക്കുവാണെങ്കിലോ എ ഈക്വൽ ടു ബി ഈക്വൽ ടു സി. മൂന്ന് പേരും സെയിം ആയിരിക്കും, പക്ഷെ ആൽഫ ബീറ്റ ഗാമ എന്ന് പറയുന്നത് നോട്ട് ഈക്വൽ ടു 90 ഡിഗ്രി ആയിരിക്കും. ആൽഫയും ബീറ്റയും സെയിം ആയിരിക്കും, ബട്ട് ഗാമ എന്ന് പറയുന്നത് നോട്ട് ഈക്വൽ ടു 90 ആയിരിക്കും. ദെൻ നെക്സ്റ്റ് വൺ ഇസ് ഹെക്സഗണൽ. എ ബി സി ഈക്വൽ ആണ്, എ ബിയും ഈക്വൽ ആണ്, സി നോട്ട് ഈക്വൽ ആയിരിക്കും. ദെൻ ആൽഫ ബീറ്റ എന്ന് പറയുന്നത് 90 ഡിഗ്രി, ഗാമ ഇസ് ഈക്വൽ ടു 120 ഡിഗ്രി. ദെൻ നെക്സ്റ്റ് വൺ ഇസ് മോണോക്ലിനിക്. മോണോക്ലിനിക്കിന് മൂന്ന് എഡ്ജ് ലെങ്തും ഡിഫറെന്റ് ആയിരിക്കും. ദെൻ ആൽഫ ഈക്വൽ ടു ഗാമ വിച്ച് ഇസ് ഈക്വൽ ടു 90 ഡിഗ്രി, ബട്ട് ബീറ്റ നോട്ട് ഈക്വൽ ടു 90 ഡിഗ്രി. ആൻഡ് ലാസ്റ്റ് കേസ് ട്രൈക്ലിനിക്കിന്റെ കേസ് നോക്കുവാണെങ്കിൽ ഒന്നും സെയിം ആയിരിക്കില്ല. അതായത് എഡ്ജ് ലെങ്തും ഡിഫറെന്റ് ആയിരിക്കും, ആംഗിൾസും ഡിഫറെന്റ് ആയിരിക്കും. ഓക്കെ, സോ ഇതാണ് 7 ക്രിസ്റ്റൽ സിസ്റ്റംസ്. ഈ 7 ക്രിസ്റ്റൽ സിസ്റ്റത്തിനും ഓരോ എക്സാമ്പിൾസ് വെച്ച് പഠിച്ചു വെക്കാം കേട്ടോ. ക്യൂബിക്കിന് ഒരു എക്സാമ്പിൾ ആണ് NaCl.
NaCl സാധാരണ ക്യൂബിക് ലാക്ടിസിലാണ് ഇരിക്കുക. ദെൻ ടെട്രാഗണലിന് എക്സാമ്പിൾ ആണ് CaSO4, കാൽഷ്യം സൾഫേറ്റ്, CaSO4. അതുപോലെ തന്നെ ഓർത്തോറോംബിക്കിന് എക്സാമ്പിൾ ആണ് BaSO4. ദെൻ റോംബോഹൈഡ്രലിന് എക്സാമ്പിൾ ആണ് HGS, മെർക്കുറിക് സൾഫൈഡ്. ദെൻ അതുപോലെ ഹെക്സഗണലിന് എക്സാമ്പിൾ ആണ് ZnO, സിങ്ക് ഓക്സൈഡ്. അതുപോലെ മോണോക്ലിനിക്കിന് എക്സാമ്പിൾ മോണോക്ലിനിക് സൾഫർ, മോണോക്ലിനിക് സൾഫർ. ദെൻ ലാസ്റ്റ് വൺ ട്രൈക്ലിനിക് എക്സാമ്പിൾ ആണ് CuSO4. ഓക്കെ, സോ അപ്പൊ എല്ലാത്തിനും എന്ത് ചെയ്യുക, ഓരോ എക്സാമ്പിൾസും കൂടെ പഠിച്ചു വെക്കുക. ഇനി ഈ 7 ക്രിസ്റ്റൽ സിസ്റ്റത്തിന് 14 അറേഞ്ച്മെന്റ്സ് പോസിബിൾ ആണ്. അതായത് നമുക്ക് 7 ക്രിസ്റ്റൽ സിസ്റ്റത്തിന് 14 3 ഡയമെൻഷണൽ അറേഞ്ച്മെന്റ്സ് ഉണ്ട്. ആ അറേഞ്ച്മെന്റ്സിനെ വിളിക്കുന്ന പേരാണ് ബ്രേവിയസ് ലാറ്റസ്. That is the four different 3-dimensional arrangements of 7 crystal system. ഈ 7 crystal systemത്തിന്റെ 14 3-dimensional arrangements-നെ വിളിക്കുന്ന പേരാണ് ബ്രേവിയസ് ലാറ്റസ്. ഓക്കെ, അപ്പൊ സോ 7 crystal systems ഏതൊക്കെയാണെന്ന് പഠിച്ചു വെക്കുക. അവരുടെ എഡ്ജ് ലെങ്ത്തും അതുപോലെ തന്നെ ആംഗിൾസും തമ്മിലുള്ള റിലേഷൻ ഈ ഓർഡറിൽ പഠിച്ചു വെക്കുകയാണെങ്കിൽ എളുപ്പമായിരിക്കും. കാരണം ആദ്യത്തെ കേസിൽ എല്ലാത്തിന്റെ ആംഗിൾ സെയിം ആണ്, എഡ്ജ് ലെങ്ത്തിൽ മാത്രമേ ഡിഫറൻസ് വരിക. സെക്കൻഡ് കേസിലാണെങ്കിൽ ഇവിടെ നോക്കിയാൽ 2 പേരുടെ ഇവിടെ എഡ്ജ് ലെങ്ത് മാറുന്നതനുസരിച്ച് ബാക്കിയുള്ള 4 ചെറിയൊരു ഡിഫറൻസ്, ചെറിയ ഡിഫറൻസുകൾ വരുന്നുള്ളൂ. സോ അപ്പോൾ ആ ഓർഡറിൽ തന്നെ പഠിച്ചു പോവുക. പ്ലസ് അതിന്റെ ഓരോ എക്സാമ്പിൾസും കൂടെ പഠിക്കുക. ഓക്കെ, സോ ഇനി ഈ ഓരോ യൂണിറ്റ് സെൽസിലും എത്ര നമ്പർ ഓഫ് ആറ്റംസ് വരും അല്ലെങ്കിൽ എത്ര നമ്പർ ഓഫ് കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസ് വരും എന്ന് കണ്ടുപിടിക്കാം. നേരത്തെ പറഞ്ഞല്ലോ, കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസിനെ നമുക്ക് സിംപ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടാണ് ആറ്റംസ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്നത്. എപ്പോഴും ആറ്റംസ് ആവണമെന്നൊന്നുമില്ല കേട്ടോ, മോളിക്യൂൾസ് വരാം, അയോൺസും വരാം. പക്ഷെ നമുക്ക് എളുപ്പത്തിന് വേണ്ടി നമ്മൾ അവരെ എന്തായി ആറ്റംസ് ആയിട്ട് കൺസിഡർ ചെയ്തിരിക്കുക. അപ്പൊ നമ്മുടെ ആദ്യത്തെ യൂണിറ്റ് സെൽ ദാറ്റ് ഇസ് പ്രിമിറ്റീവ് ക്യൂബിക് യൂണിറ്റ് സെൽ അല്ലെങ്കിൽ പ്രിമിറ്റീവ്, ആ കേസാണ് നമ്മൾ ഫസ്റ്റ് കൺസിഡർ ചെയ്യുക. പ്രിമിറ്റീവിന്റെ കേസിൽ നോക്കാം, നമ്മളൊരു ക്യൂബ് ആയിട്ടാണ് യൂണിറ്റ് സെല്ലിനെ കൺസിഡർ ചെയ്യുന്നതെന്ന് പറഞ്ഞു. ആ ക്യൂബിന്റെ 8 കോർണർ ഉണ്ടെന്ന് പറഞ്ഞു. ആ 8 കോർണറിലും എന്തുണ്ടാകും, ഓരോ കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസ് ഉണ്ടാകും എന്ന് പറഞ്ഞു അല്ലെ. സോ 8 കോർണറിലായിട്ടാണ് ആറ്റംസ്, ഇപ്പൊ നമ്മുടെ കേസാണ് ആറ്റംസ് ആണ് നമ്മൾ കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസ് എടുക്കുന്നത്. സോ 8 കോർണേഴ്സിലും ഓരോ ആറ്റംസ് വെച്ചിട്ടുണ്ടാവും എന്ന് പറഞ്ഞു. പക്ഷെ ഇങ്ങനെ ഒരു സിംഗിൾ സെല്ലായിട്ടായിരിക്കുമോ യൂണിറ്റ് സെല്ലിൽ ഇരിക്കുക ഒരു ക്രിസ്റ്റലിൽ? ആയിരിക്കില്ല. ഈ യൂണിറ്റ് സെല്ലിന് ചുറ്റിനും എന്തുണ്ടാകും, നൈബറിംഗ് യൂണിറ്റ് സെൽസ് ഉണ്ടാവും അല്ലെ. സോ അപ്പൊ കൺസിഡർ ചെയ്ത് നോക്കുക, ഒരു യൂണിറ്റ് സെല്ല്, ആ യൂണിറ്റ് സെല്ലിന്റെ ഒരു കോർണറിൽ ഇരിക്കുന്ന ഒരു ആറ്റം. ഈ യൂണിറ്റ് സെല്ലിന്റെ ഈ സൈഡിൽ, അതായത് അതിന്റെ തൊട്ട് ബാക്കിൽ ഒരു യൂണിറ്റ് സെൽ എക്സ്ട്രാ ഉണ്ടാകും, പിന്നെ ഈ സൈഡിൽ ഒരെണ്ണം ഉണ്ടാകും, ഈ സൈഡിൽ ഒരെണ്ണം ഉണ്ടാവും അല്ലെ. അതായത് ഒരു ലെയറിൽ തന്നെ ഈ ഒരു എഡ്ജുമായിട്ട് അല്ലെങ്കിൽ ഒരു ആറ്റത്തിന് ചുറ്റിനും 4 യൂണിറ്റ് സെൽസ് ഉണ്ടാവും, 4 ക്യൂബ്സ് ഉണ്ടാവും. അതായത് ഒരു ക്യൂബിന് ചുറ്റിനും 3 ക്യൂബ്സും കൂടെ എക്സ്ട്രാ വരും. അതായത് ഒരു ആറ്റത്തിൽ തന്നെ അല്ലെങ്കിൽ ഒരു ആറ്റം എന്ന് പറയുന്നത് സിംഗിൾ ലെയറിൽ 4 പേരുമായിട്ടായിരിക്കും ഷെയർ ചെയ്യുക. അതായത് ഇപ്പൊ ഈ ആറ്റത്തെ കൺസിഡർ ചെയ്യുവാണെങ്കിൽ ഇവിടെ ഒരു യൂണിറ്റ് സെൽ ഉണ്ടാകും, ഇവിടെ ഒരു യൂണിറ്റ് സെൽ ഉണ്ടാകും, അതുപോലെ തന്നെ 2 എണ്ണം എങ്ങോട്ട് ഉണ്ടാവും, പുറകോട്ടേക്ക് ഉണ്ടാവും അല്ലെ. അതായത് ഈ ഒരു ആറ്റം എന്ന് പറയുന്നത് 4 പേരുമായിട്ട് സിംഗിൾ ലെയറിൽ ഷെയർ ചെയ്യും. അതുപോലെ തന്നെ ഒരു ലെയർ എന്ത് ചെയ്യും, ഇതിന്റെ മുകളിലോട്ടും കൂടെ വരില്ലേ. അപ്പോൾ ഒരു ലെയറിൽ ഒരാറ്റം 4 പേരുമായിട്ട് ഷെയർ ചെയ്യും, അതിന്റെ മുകളിൽ അതേപോലെ തന്നെ ഒരു ലെയറും കൂടെ വരും. അപ്പൊ ടോട്ടലി എത്ര യൂണിറ്റ് സെൽസ് ആയി, ഒരാറ്റത്തിന് ചുറ്റും 8 യൂണിറ്റ് സെൽസ് വരില്ലേ. ഒരു ലെയറിൽ 4 പേര് വരുവാണെങ്കിൽ അടുത്ത അതിന്റെ പൊക്കത്തെ ലെയറും കൂടെ എടുക്കുമ്പോൾ ടോട്ടലി 8 പേര് വരും. അതായത് 8 യൂണിറ്റ് സെൽസ് ആയിരിക്കും ഒരു ആറ്റത്തിനെ ഷെയർ ചെയ്യുക. അപ്പോൾ ഒരു യൂണിറ്റ് സെല്ലിന് ആ ആറ്റത്തിന്റെ എത്ര പാർട്ട് കിട്ടിയിട്ടുണ്ടാവും, 8 പേരാണ് ഒരു ആറ്റത്തിനെ ഷെയർ ചെയ്യുന്നതെങ്കിൽ ഒരു യൂണിറ്റ് സെല്ലിന് എത്ര ഷെയർ കിട്ടും, ദാറ്റ് ഈസ് 1/8. അതായത് ഒരു ആറ്റം എന്ന് പറയുന്നത്, ഒരു കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾ എന്ന് പറയുന്നത് 8 നൈബറിംഗ് യൂണിറ്റ് സെൽസ് ആയിരിക്കും ഷെയർ ചെയ്യുക. അങ്ങനെ വരുമ്പോൾ ഒരു യൂണിറ്റ് സെല്ലിന് 1/8 വെച്ചിട്ടേ കിട്ടുള്ളൂ. അപ്പോൾ ഓരോ കോർണറിലും 1/8 ഷെയർ ഒരു കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിളിന് ഒരു യൂണിറ്റ് സെല്ലിന് കിട്ടത്തുള്ളൂ. അങ്ങനെ ടോട്ടലി എത്ര കോർണേഴ്സ് ഉണ്ട്, 8 കോർണേഴ്സ് ഉണ്ട് അല്ലെ. സോ അപ്പൊ 1/8 × 8 എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് ടോട്ടലി ഒറ്റ ആറ്റമേ, അതായത് കംപ്ലീറ്റ് നമുക്ക് പറയാൻ പറ്റുന്ന ഒരാറ്റത്തിന്റെ പോർഷൻ, ഒരു കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസേ ഈ 8 കോർണറിലും കൂടെ സമ്മപ്പ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടത്തുള്ളൂ. സോ അതായത് പ്രിമിറ്റീവ് ക്യൂബിക് യൂണിറ്റ് സെല്ലിന്റെ ഉള്ളിൽ ഒറ്റ കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിളെ ഉണ്ടാവുള്ളൂ. ആക്ച്വലി 1/8 വെച്ചിട്ട് 8 കോർണേഴ്സിലും കൂടി ഉണ്ടാകും. അതിനെ നമ്മൾ സമ്മപ്പ് ചെയ്യുമ്പോൾ ടോട്ടലി ഒരു ആറ്റമേ
പ്രിമിറ്റീവ് ക്യൂബിക് യൂണിറ്റ് സെല്ലിൽ ഉണ്ടാവത്തുള്ളൂ. സോ അപ്പൊ നമ്പർ ഓഫ് ആറ്റംസ് ഇൻ പ്രിമിറ്റീവ് ക്യൂബിക് സെൽ എന്ന് പറയുന്നത് എത്രയാ? 1/8 × 8, ദാറ്റ് ഇസ് 1 ആറ്റം. ഓക്കെ, സോ നെക്സ്റ്റ് കേസ് എന്ന് പറയുന്നത് ബോഡി സെന്റേർഡ് ക്യൂബിക് യൂണിറ്റ് സെൽ. നേരത്തെ നമ്മൾ പറഞ്ഞു അല്ലേ, ബോഡി സെന്റേർഡ് ക്യൂബിക് യൂണിറ്റ് സെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? 8 കോർണേഴ്സിലും ഓരോ ആറ്റംസ് വെച്ചിട്ടുണ്ടാകും, പ്ലസ് അതിന്റെ സെന്ററിലും ഒരു കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾ ഉണ്ടാവും അല്ലെ. 3 ഡയമെൻഷനിൽ നോക്കുകയാണെങ്കിൽ ഇങ്ങനെയാണ് 1 2 3 4. മുകളിലെ ടോപ്പ് ലെയറിൽ 4 പേരുണ്ട്, അതുപോലെ ബോട്ടം ലെയറിലും 4 പേരുണ്ടാകും. അവരുടെ സെന്ററിൽ, ബോഡി സെന്ററിൽ ഒരു കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിളും ഉണ്ടാവും. ബോഡി സെന്ററിൽ ഒരു കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിളും ഉണ്ടാവും. അപ്പൊ ടോട്ടലി 8 പേര് കോർണറിലും ഉണ്ടാകും, ഒരാള് സെന്ററിലും ഉണ്ടാവും. അപ്പൊ നമ്മൾ നേരത്തെ പ്രിമിറ്റീവിന്റെ കേസ് പറഞ്ഞ പോലെ ഈ 8 കോർണറിൽ ഇരിക്കുന്നവർ കംപ്ലീറ്റ് ആയിട്ടായിരിക്കും ഇരിക്കുക? ആയിരിക്കില്ല. ആ 8 കോർണറിലും കൂടെ 1/8 വെച്ചിട്ടുണ്ടാവുള്ളൂ അല്ലെ. ഒരു കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിളിന്റെ 1/8 പോർഷനെ ഒരു യൂണിറ്റ് സെല്ലിന് ഉണ്ടാവുള്ളൂ. അങ്ങനെ 8 കോർണർ ഒരു യൂണിറ്റ് സെല്ലിന് ഉണ്ടാകും. സോ ടോട്ടലി ഒരു ആറ്റമായിരിക്കും 8 കോർണറിലും കൂടെ ഷെയർഡ് ആയിട്ടിരിക്കാം. പ്ലസ് പിന്നെ എവിടെയാ? ബോഡി സെന്ററിൽ ഒരു കംപ്ലീറ്റ് കോൺസ്റ്റിറ്റ്യൂവന്റ് അല്ലെങ്കിൽ കംപ്ലീറ്റ് ആറ്റം ഉണ്ടാകും അല്ലെ. സോ അപ്പൊ ഒരെണ്ണം അതിന്റെ ബോഡി സെന്റർ പൊസിഷനിലും കൂടെ വരും. ബോഡി സെന്ററിൽ ഒരെണ്ണം വരും. അത് ആരുമായിട്ടും എന്ത് ചെയ്യുന്നില്ല? ഷെയർ ചെയ്യുന്നില്ല. അത് ആ ക്യൂബിന്റെ സെന്ററിലല്ലേ ഇരിക്കുക. അത് ആരുമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ടാവോ? ആരുമായിട്ടും ഷെയർ ചെയ്യുന്നുണ്ടാവില്ല. 8 കോർണറിൽ ഇരിക്കുന്നവർ മാത്രമേ ഷെയർ ചെയ്യുള്ളൂ. സെന്ററിൽ ഇരിക്കുന്ന ആള് അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് തന്നെ ആയിരിക്കും ഇരിക്കുക. അപ്പൊ ടോട്ടൽ എത്ര ആറ്റംസ് വന്നു നോക്കിയേ? 8 കോർണറിലും കൂടെ ഒരു ആറ്റം പ്ലസ് സെന്ററിൽ ഒരെണ്ണം. സോ ടോട്ടലി 2 ആറ്റംസ് ആയിരിക്കും ഏതിലുണ്ടാവുക? ബോഡി സെന്ററിന്റെ, ബോഡി സെന്റേർഡ് ക്യൂബിക് സെൽ അല്ലെങ്കിൽ BCC എന്ന് വിളിക്കൂ കേട്ടോ, ബോഡി സെന്റേർഡ് ക്യൂബിക് യൂണിറ്റ് സെൽ. സോ ബോഡി സെന്റേർഡ് ക്യൂബിക് യൂണിറ്റ് സെല്ലിൽ 2 ആറ്റംസ് ആയിരിക്കും ടോട്ടലി ഉണ്ടാവുക. 8 എണ്ണം അല്ലെങ്കിൽ 1/8 വെച്ച് 8 കോർണേഴ്സിലും പ്ലസ് 1 സെന്ററിലും. സോ ടോട്ടലി 2 ആറ്റംസ്. ഇനി തേർഡ് കേസ്, ദാറ്റ് ഇസ് ഫേസ് സെന്റേർഡ് ക്യൂബിക് യൂണിറ്റ് സെൽ. ഫേസ് സെന്റേർഡ് ക്യൂബിക് യൂണിറ്റ് സെൽസിൽ ഇപ്പൊ നമ്മൾ പറഞ്ഞ പോലെ 1/8 വെച്ചിട്ട് 8 കോർണറിലും ഉണ്ടാകും. സോ ടോട്ടലി ഒരാറ്റം, അതായത് 8 കോർണേഴ്സിലും കൂടെ ചേർത്തിട്ട് 1 ആറ്റം ഉണ്ടാകും. ഇനി എന്തിലാ പറഞ്ഞിരിക്കണേ? ഫേസിലുണ്ടെന്ന് പറഞ്ഞു അല്ലെ. ഫേസ് സെന്റേർഡ് എന്ന് പറയുമ്പോൾ 6 ഫേസ് ഉണ്ടെന്ന് പറഞ്ഞു. 6 ഫേസിലും ഓരോ കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസ് വെച്ചിട്ടുണ്ട്. അങ്ങനെയല്ലേ ഫേസ് സെന്റേർഡ് ക്യൂബിക് യൂണിറ്റ് സെൽ ആവുക. നോക്കിയേ, ഈ ഒരു ഫേസ് എടുക്കുവാണെങ്കിൽ ഇതിന്റെ ഇപ്പുറത്തേക്ക് ഒരു യൂണിറ്റ് സെല്ലും കൂടെ വരുമ്പോൾ 2 ഫേസിന്, അതായത് 2 നൈബറിങ് യൂണിറ്റ് സെല്ലിന് ബിറ്റ്വീൻ അല്ലേ ഒരു ഫേസ് സെന്ററിൽ ഇരിക്കുന്ന ആറ്റം വരിക അല്ലെ. ഒരു യൂണിറ്റ് സെല്ലിന്റെ ഫേസ് എന്ന് പറയുന്നത്, ഒരു ഫേസ് ഇങ്ങനെയാണെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ഒരു ആറ്റം അടുത്ത യൂണിറ്റ് സെൽ ഇവിടെ വന്ന് കമ്പൈൻ ചെയ്യുമ്പോൾ 2 ഫേസ്, അതായത് 2 യൂണിറ്റ് സെൽസിന്റെയും കൂടെ ഇൻ ബിറ്റ്വീൻ ആയിരിക്കുമല്ലോ ഈ സ്പേസിൽ ഇരിക്കുന്ന ആറ്റം ഇരിക്കുക. അതായത് ഒരു യൂണിറ്റ് സെല്ലിന് ഹാഫ് പോർഷൻ അല്ലേ കിട്ടുന്നുള്ളൂ, ഹാഫ് കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾ അല്ലേ കിട്ടുള്ളൂ. കാരണം ഒരു ആറ്റം 2 പേർക്ക്, 2 യൂണിറ്റ് സെല്ലിന് ഇൻ ബിറ്റ്വീൻ ആയിട്ട് അല്ലെങ്കിൽ 2 പേരും കൂടി ആയിരിക്കും ഷെയർ ചെയ്യുക. അപ്പോൾ ഒരു ഫേസിൽ ഹാഫ് കോൺസ്റ്റിറ്റ്യൂവന്റ് ഉണ്ടാവത്തുള്ളൂ അല്ലെ. സോ ഹാഫ് വെച്ചിട്ട് 6 കോർണേഴ്സിൽ ഉണ്ടാവും, 6 ഫേസസിൽ ഉണ്ടാവും. ഹാഫ് വെച്ചിട്ട് 6 ഫേസസിൽ ഉണ്ടാവും അല്ലെ. സോ ഹാഫ് ഇൻറ്റു 6, ഹാഫ് പോർഷൻ വെച്ചിട്ടായിരിക്കും. ഹാഫ് ഒരു കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾ, എൻ്റെ ആറ്റത്തിന്റെ ഹാഫ് ആറ്റം 2 അല്ലെങ്കിൽ ഒരു ആറ്റം 2 ഫേസും കൂടെ ഷെയർ ചെയ്തിട്ടായിരിക്കും ഉണ്ടാവുക. 2 യൂണിറ്റ് സെല്ലിൽ ഷെയർ ചെയ്തിട്ടുണ്ടാവും. ഫേസിലിരിക്കുന്ന കേസാണ് കേട്ടോ. ഫേസിലിരിക്കുന്ന കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾ അല്ലെങ്കിൽ ആറ്റം എന്ന് പറയുന്നത് 2 നെയ്ബറിംഗ് യൂണിറ്റ് സെൽസ് തമ്മിലായിരിക്കും ഷെയർ ചെയ്തിട്ടുണ്ടാവുക. അങ്ങനെ 6 ഫേസസ് ഉണ്ട് നമ്മുടെ ക്യൂബിന്. സോ അങ്ങനെ വരുമ്പോൾ ഹാഫ് ഇൻറ്റു 6, ദാറ്റ് ഇസ് 3 ആറ്റംസ് ആയിരിക്കും ടോട്ടലി 6 ഫേസിലും കൂടെ ഷെയർ ചെയ്തിട്ടുണ്ടാവുക. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ എത്ര ആറ്റംസ് വരും? ഫേസ് സെന്റേർഡിന്റെ കേസിൽ, ഫേസ് സെന്റേർഡിന്റെ കേസിൽ ഒരു ആറ്റം എന്ന് പറയുന്നത് കോർണറിലും, 1 കോർണർ പ്ലസ് 3 ആറ്റംസ് എന്ന് പറയുന്നത്, 1 കോർണറിൽ പ്ലസ് 3 എന്ന് പറയുന്നത് ഫേസസിൽ. സോ ടോട്ടലി 4 ആറ്റംസ് ആയിരിക്കും ഫേസ് സെന്റേർഡ് ക്യൂബിക് സെൽസിൽ ഉണ്ടാവുക. ഫേസ് സെന്റേർഡ് ക്യൂബിക്കിനെ തന്നെ നമ്മൾ FCC എന്ന് വിളിക്കും, FCC ലാറ്റസ് എന്ന് വിളിക്കും. സോ ബോഡി സെന്റേർഡിനെ BCC എന്ന് വിളിക്കും. അതുപോലെ ഫേസ് സെന്റേർഡിനെ നമ്മൾ എന്ന് വിളിക്കും FCC, ഫേസ് സെന്റേർഡ് ക്യൂബിക്, അതാണ് FCC. ബോഡി സെന്റേർഡ് ക്യൂബിക്, അതാണ് BCC. സോ അപ്പൊ FCCയുടെ കേസ് പറയുകയാണെങ്കിൽ FCCയിൽ ടോട്ടൽ എത്ര ആറ്റംസ് ഉണ്ട്? 4 ആറ്റംസ് വരും. ഒരെണ്ണം, അത് 8 കോർണറിൽ 1/8 വെച്ചിട്ട് 8 കോർണേഴ്സ്, ദാറ്റ് ഇസ് 1
1 ആറ്റം ആയിരിക്കും റിസൾട്ടന്റ് കിട്ടുക. ദെൻ അതുപോലെ 6 ഫേസസിൽ ഹാഫ് പോർഷൻ വെച്ചിട്ട് ടോട്ടലി 3 ആറ്റംസ് കിട്ടും. സോ ടോട്ടൽ ആറ്റംസ് എന്ന് പറയുന്നത് ഒരെണ്ണം ടോട്ടലി കോർണേഴ്സ് കണക്ട് ചെയ്യുമ്പോഴും ദെൻ ഫേസസ് കൺസിഡർ ചെയ്യുമ്പോൾ 3 എണ്ണം കിട്ടും. സോ ടോട്ടലി 4 ആറ്റംസ് ആയിരിക്കും FCZ ലാറ്റിസിൽ ഉണ്ടാവുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് N സെന്റേർഡിൽ എത്ര ആറ്റംസ് ഉണ്ടെന്ന് നോക്കാം. N സെന്റേർഡിന്റെ കേസിൽ N സെന്റേർഡിന്റെ കേസിൽ എങ്ങനെയാ 8 കോർണേഴ്സിലും ഓരോ ആറ്റംസ് അതിൽ 1/8 വെച്ചിട്ടുണ്ടാവും അല്ലെ. ക്യൂബിന്റെ 8 കോർണറിൽ കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസ് ഉണ്ടാവും. അപ്പൊ ടോട്ടലി 1/8 × 8 ദാറ്റ് ഈസ് 1 ആറ്റം. പിന്നെ എങ്ങനെയാ വരിക? പിന്നെ വരുന്നത് N സെന്റേർഡ് ആണ്. N സെന്റേർഡ് എന്ന് പറയുമ്പോൾ ഓപ്പോസിറ്റ് ഫേസസിൽ ഓരോ കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസ് ഉണ്ടാവുന്നല്ലേ നമ്മൾ പഠിച്ചത്. N സെന്റേർഡിന്റെ കേസിൽ ഓപ്പോസിറ്റ് ഫേസസിൽ ഓരോ കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസ് ഉണ്ടാവും. ഇപ്പൊ നമ്മൾ ഫേസിന്റെ കേസിൽ പറഞ്ഞോളൂ, ഇപ്പൊ ഓപ്പോസിറ്റ് ഫേസസ് ആവുമ്പോൾ ഒരു ഫേസ് എന്ന് പറയുന്നത് ഇൻ ബിറ്റ്വീൻ 2 യൂണിറ്റ് സെൽസ് ആയിരിക്കും അല്ലെ. സോ അപ്പൊ ടോപ്പിലിരിക്കുന്ന കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾ അല്ലെങ്കിൽ ആറ്റം എന്ന് പറയുന്നത് ഈ ഷെയർഡ് ബിറ്റ്വീൻ 2 അഡ്ജസന്റ് യൂണിറ്റ് സെൽ. അതായത് ഇതിന്റെ ഫേസ്, അതായത് താഴെ ഇരിക്കുന്ന യൂണിറ്റ് സെല്ലിന്റെ ഫേസും മുകളിലിരിക്കുന്ന യൂണിറ്റ് സെല്ലിന്റെ ഫേസും കൂടെ ഇൻ ബിറ്റ്വീൻ ആയിട്ടായിരിക്കും മുകളിലെ കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾ ഇരിക്കുക, എൻഡിലിരിക്കുന്ന കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾ ഇരിക്കുക. അപ്പോൾ N സെന്റേർഡിന്റെ കേസിൽ ഈ എൻഡിൽ വരുന്ന കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾ എന്ന് പറയുന്നത് ഈസ് ഷെയർഡ് ബിറ്റ്വീൻ 2 അഡ്ജസന്റ് യൂണിറ്റ് സെൽ. അങ്ങനെ നമുക്ക് 2 ഫേസസ് ആണുള്ളത്. സോ ഹാഫ് വെച്ചിട്ടായിരിക്കും ഒരു ഫേസിൽ ഉണ്ടാവുക അല്ലെങ്കിൽ ഒരു എൻഡിൽ ഉണ്ടാവുക. അങ്ങനെ ഹാഫ് വെച്ചിട്ട് 2 എൻഡ്. സോ 2 × 1/2 ദാറ്റ് ഈസ് അഗെയിൻ 1 ആറ്റം. സോ അപ്പൊ ടോട്ടലി എത്ര ആറ്റംസ് വരും? ടോട്ടലി 1 ആറ്റം അറൌണ്ട് കോർണർ പ്ലസ് 1 ആറ്റം എന്ന് പറയുന്നത് 2 എൻസിലും. സോ 1 + 1 ടോട്ടലി 2 ആറ്റംസ് ആയിരിക്കും N സെന്റേർഡിന്റെ കേസിൽ ഉണ്ടാവുക. N സെന്റേർഡിന്റെ കേസിൽ അപ്പോൾ BCCയുടെ കേസിൽ എത്ര ആറ്റംസ് വരും? 2 ആറ്റംസ് വരും. 8 കോർണറിൽ 1/8 വെച്ചിട്ട് 1 പ്ലസ് സെന്ററിൽ ഒരെണ്ണം കൂടെ ചേർത്തിട്ട് 2 ആറ്റംസ്. FCCയുടെ കേസിലാണെങ്കിലോ 1/8 വെച്ചിട്ട് 8 കോർണറിൽ 1 പ്ലസ് ഹാഫ് വെച്ചിട്ട് 6 ഫേസസിൽ. സോ 3 1 + 3 4 ആറ്റംസ് വരും. അതുപോലെ N സെന്റേർഡിന്റെ കേസിലാണെങ്കിൽ 1/8 വെച്ചിട്ട് 8 കോർണറിൽ. സോ ടോട്ടലി 1 ആറ്റം. ആൻഡ് പിന്നെ 2 എൻഡിലും ഹാഫ് വെച്ചിട്ട് അതും 1 ആറ്റം. സോ ടോട്ടലി 2 ആറ്റംസ്. ഇതിൽ BCC ആൻഡ് FCC ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. കാരണം നമുക്ക് ഞങ്ങൾ പഠിക്കുമ്പോൾ ഓൾമോസ്റ്റ് മിക്ക ക്രിസ്റ്റൽസും കാണിക്കുക FCC അല്ലെങ്കിൽ BCC സ്ട്രക്ചേഴ്സ് ആയിരിക്കും. സോ അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ രണ്ടിൻ്റെയും നമ്പർ ഓഫ് ആറ്റംസ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പഠിച്ചിട്ടുണ്ടാവണം. ആ 2 നമ്പർ ഓഫ് ആറ്റംസും അറിഞ്ഞിരിക്കണം കേട്ടോ. വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷൻ ആണത്. സോ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലുള്ളത്. ദാറ്റ് ഈസ് ക്രിസ്റ്റലാറ്റിസ് ആൻഡ് യൂണിറ്റ് സെൽ. ക്രിസ്റ്റലാറ്റിസ് എന്താണെന്ന് പഠിച്ചു, യൂണിറ്റ് സെൽസ് എന്താണെന്ന് പഠിച്ചു, അതിൻ്റെ ക്ലാസിഫിക്കേഷൻ പഠിച്ചു, 7 ക്രിസ്റ്റൽ സിസ്റ്റംസ് പഠിച്ചു. 7 ക്രിസ്റ്റൽ സിസ്റ്റത്തിന് അതിനകത്ത് എന്ത് പഠിക്കണം? അതിൻ്റെ എഡ്ജ് ലെങ്ത്തിന്റെ റേഷ്യോസും അതുപോലെ തന്നെ ആംഗിൾസിന്റെ റേഷ്യോസും പഠിച്ചു വയ്ക്കാം വിത്ത് ദാറ്റ് എക്സാമ്പിൾസ്. പിന്നെ അത് കഴിഞ്ഞ് പഠിച്ചത് നമ്പർ ഓഫ് ആറ്റംസ്. ഓരോ യൂണിറ്റ് സെൽസിലും എത്ര നമ്പർ ഓഫ് ആറ്റംസ് വരുന്നുണ്ട്. ഇത് ആക്ച്വലി കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾ ആണ്. നമ്മുടെ സിംപ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്തിനെടുത്തു എന്നുള്ളൂ? ആറ്റംസ് എന്ന് പറഞ്ഞ് കൺസിഡർ ചെയ്തു എന്നുള്ളൂ. സോ ഇത്രയും കാര്യങ്ങൾ നന്നായിട്ട് പഠിക്കാം, മനസ്സിലാക്കി പഠിക്കാം, ഓരോന്നും കാൽക്കുലേറ്റ് ചെയ്ത് നോക്കി തന്നെ പഠിക്കാം. ഓക്കെ, സോ അപ്പോൾ നമുക്ക് ഇന്നത്തെ സെഷൻ തൽക്കാലം ഇവിടെ വെച്ചിട്ട് നിർത്താം. ഓക്കെ, താങ്ക് യു.